എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 158-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഗാർഹവത്യേന സന്ധ്യ ഋതൂനായജ്ഞനീരസി ദേവാൻ ദേവയദേയജ. അതാണ് മന്ത്രം. അന്വയം: ഹേ സന്ധ്യ ഗാർഹവത്യേന ഋതൂനായജ്ഞനീ അസി തസ്മാൽ ത്വം ദേവ യദേ ദേവാൻ യജ. സന്ധ്യ അഭീഷ്ടവരദാനത്തെ ചെയ്യുന്ന അഗ്നിദേവ, അതായത് കർമ്മത്തിന്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്ന അഗ്നിദേവ എന്നർത്ഥം. ഗാർഹവത്യേന ഗൃഹരക്ഷകനായിട്ടുള്ള അഗ്നിദേവ, ഋതൂന ഋതുദേവതമാരോടുകൂടി, യജ്ഞനീ അസി യജ്ഞനിർവാഹകനായിട്ട് ഭവിക്കുന്നു. ദേവയതേ ദേവന്മാർക്ക് ഹവിസ് സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള യജമാനനായിക്കൊണ്ട് ദേവാൻ യജ ദേവന്മാരെ യജിച്ചാലും. അർത്ഥം: അഭീഷ്ടവരദാനപ്രദനായിട്ടുള്ള അഗ്നിദേവ, അങ്ങ് ഗൃഹരക്ഷകനായിട്ട്, ഗാർഹവത്യാഗ്നി ഗൃഹരക്ഷകനായിട്ടുള്ള അഗ്നി എന്നർത്ഥം. 3 അഗ്നികളാണ്: ഗാർഹവത്യാഗ്നി, ദക്ഷിണാഗ്നി, ആഹവനീയാഗ്നി. ഗാർഹവത്യാഗ്നി ഗൃഹരക്ഷകൻ, ദക്ഷിണാഗ്നി ആഹാരം പാകം ചെയ്യാനും നിവേദ്യം പാകം ചെയ്യാനുമായിട്ടുള്ള അഗ്നി ദക്ഷിണാഗ്നി. ആഹവനീയാഗ്നി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ മുമ്പിൽ ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള അഗ്നി. യജ്ഞനിർവാഹകനായി അഭീഷ്ടവരദാനപ്രദനായിട്ടുള്ള അഗ്നിദേവ, അങ്ങ് ഗൃഹരക്ഷകനായിട്ട് ഋതുദേവതമാരോടൊപ്പം യജ്ഞനിർവാഹകനായി ഭവിക്കുന്നു. ഋത്വിജം എന്ന വാക്ക് ആദ്യത്തെ അഗ്നിമന്ത്രത്തിലുണ്ട്. അഗ്നിംഈളേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതവം. ഇതാണ് ആദ്യത്തെ അഗ്നിമന്ത്രം. ദേവന്മാർക്ക് ഹവിസ് സമർപ്പിക്കാനായിട്ട് യജ്ഞവേദിയിലേക്ക് ദേവന്മാരെ ആനയിച്ച ദേവന്മാരെ അങ്ങ് യാഗത്തിൽ കർമ്മിയായിട്ട് യജിച്ചാലും. അഗ്നിർവൈ ദേവാനാം ഹോതാ, ദേവന്മാരുടെ യജ്ഞവേദിയിൽ ഹോതാവാണ് അഗ്നിദേവൻ. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.